these brothers my guys. Know that we fly, know that they ride or die. ഹലോ ഗൈസ്, അപ്പോൾ ടോമിക്കാമൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കുറേ ദിവസമല്ല, ഒരാഴ്ച ഞാൻ വീഡിയോ ഉണ്ടായിരുന്നില്ല. കാരണം ഒരാഴ്ച അങ്ങോട്ട് ആയെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വീഡിയോ ഇടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇടാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ നമ്മളുടെ ഗ്യാരേജൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അത് അവിടെ ഒരു മിനി കൂപ്പർ 2 പോർഷൊക്കെ കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടുന്ന് ഞാനിത് ഓപ്പൺ ആക്കിയപ്പോൾ, അത് അപ്ഡേറ്റ് ചെയ്ത് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ആ ഒരു അറ്റത്തുനിന്ന് വണ്ടി ഇങ്ങനെ വരുന്നതും അതൊക്കെ നല്ല രസമുണ്ട് ഗൈസ് കാണാനൊക്കെ. ഇതാ വണ്ടികളൊക്കെ പോകുന്നു. ഓക്കെ, അത് കഴിഞ്ഞതിലും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ വന്നിട്ടുണ്ട് നമ്മളുടെ ഗെയിമിലോട്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നെക്ക് ചെയ്യണം. അപ്പോൾ ഇതാ ഗീവ് അവേ ഞാൻ കൊടുത്തിട്ടില്ല ഗൈസ്. ആരും അങ്ങനെ വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ ഗീവ് അവേ കൊടുക്കുന്നത്? ഓക്കെ, ഇൻസ്റ്റയിൽ ആരും വന്നിട്ടില്ല, അങ്ങനെയൊന്നും വന്നിട്ടില്ല കേസ്. അങ്ങോട്ട് പിന്നെ ഗീവ് കൊടുത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ M2 അല്ല കേസ്, M2 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പോൾ വണ്ടി നല്ല ലുക്കാട്ടാ കാണാൻ. ബാക്കായാലും എന്തായാലും നല്ല ലുക്കാണ്. 690 രൂപയാണ് ഗൈസ് പറയുന്നത്. നല്ല വില ഉണ്ട്. പിന്നെ ഇത് നിസാൻ്റെ ഒരു വണ്ടിയാണ് ഗൈസ്. ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻ്റ് ഇടുക. ഓക്കെ, എനിക്കിതിൻ്റെ പേരറിയില്ല. എനിക്കറിയാമായിരുന്നു, ഞാൻ മറന്നുപോയി. നിസാൻ്റെ വണ്ടിയാണെന്നറിയാം, ഞാൻ മറന്നുപോയി. ഏതായിരുന്നു? നിസാൻ തന്നെയാണ്, പക്ഷേ ഏതാന്ന് ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഗ്യാരേജൊക്കെ നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ. അപ്പോൾ പിന്നെ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു, അതായത് ഈ ഫോർഡ് പോലത്തെ വണ്ടികൾ വേണം എന്നൊക്കെ ഞാൻ ഇതിൽ കേട്ടായിരുന്നു. അതായത് റീൽസൊക്കെ നോക്കിയപ്പോൾ അതിലുണ്ടായിരുന്നു. അപ്പം ഞാനതൊന്ന് നോക്കി നോക്കട്ടെ എൻ്റെ ഉണ്ടോയെന്ന്. ഗൈസ്, എൻ്റെ ആരോ തന്ന ഒരു വണ്ടി ഉണ്ട്, ഇതാണത്. അപ്പം ഞാനതങ്ങോട്ട് ഇതാക്കിയിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാത്തതാണെന്ന് തോന്നുന്നുണ്ട്. ഒരു വർക്കും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല ഗൈസ്. വണ്ടി കണ്ടിട്ട് ഒരു വർക്കും ചെയ്തില്ല, അതുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു ഗ്ലോയിങ്ങിൻ്റെ ഒരു പോലത്തെ ഒരു വണ്ടി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. I have 10 million. അത് വേറെന്തോ അവിടെ കച്ചവടം നടക്കുന്നുണ്ട്, അതിൻ്റെയാണ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലെയർ റൂമിലാണ് കയറിയിരിക്കുന്നത് കേട്ടാ. അപ്പോൾ ഇതാ ഇവിടെ 1 ലെവൽ എന്നൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇതെന്തുവാ 1 ലെവൽ 90 HP എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഞാൻ കണ്ടു. അപ്പോൾ ഞാനെന്ത് ചെയ്തു, 900 HP അങ്ങനെ എന്തോ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും 1000 ആണോ അറിയില്ല, നോക്കാം. അപ്പോൾ നമുക്കെന്തായാലും അത് നോക്കി നോക്കണം. അങ്ങോട്ടേക്ക് ഇത് ഗൈസ്, സെറ്റിങ്സിൽ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിലോ അങ്ങനെ എന്തോ കിടക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഇതാക്കാം. ഹൈ ഷാഡോ വേണോ? ഹൈ ടച്ച് ചെയ്യാം. ഷാഡോ അതൊന്നും വേണ്ട അല്ലേ, അത് നമുക്ക് കുറച്ച് കുറയ്ക്കാം. ഡീറ്റെയിൽസൊക്കെ നമുക്ക് കുറയ്ക്കാം. കുറയ്ക്കുമ്പോഴാണെന്ന് തോന്നുന്നു സെറ്റായി വരുന്നേ. ഇതൊന്നും ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. എന്നാലും ഞാനൊരു ഇതിനൊന്ന് ക്വാളിറ്റി കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാനിത് ഇടുന്നത് കേട്ടോ. ഇത് മതി ഗൈസ്. കുറേ കാര്യങ്ങൾ വന്നതുകൊണ്ട് പിന്നെ കുറച്ച് വലുതായ പോലെ ഉണ്ട്. വണ്ടിക്ക് ചെറിയൊരു പുള്ളിങ് കുറവുണ്ട് ഗൈസ്. പക്ഷേ കുറച്ചേരം ഓടിച്ചൊരു 50ലൊക്കെ എത്തുമ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം ഒരു സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. ഷാഡോ വേണ്ട ഗൈസ്, എനിക്ക് എന്തോ പോലെയാവുന്നത്. ഷാഡോ ഇടുമ്പോൾ അല്ലേ എനിക്ക് എന്തോ പോലെ ആവുന്നുണ്ട്, വേണ്ട. അപ്പോൾ നമുക്ക് ഷാഡോ നമുക്ക് ഈ എന്താ പറയുക, മറ്റേ ഈ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഷാഡോ ഇടുമ്പോൾ നല്ല രസം ഉണ്ടാവും. അതായത് വെയിലും കൂടെ അടിക്കുമ്പോൾ ഷാഡോ ഇടുമ്പോൾ സെറ്റാവും. അയ്യോ വണ്ടി പോയി. എൻ്റെ വണ്ടി
അവിടുത്തെ ലൈറ്റ് പൊട്ടി. കുഴപ്പമില്ല. അപ്പം ഞാൻ ശബ്ദം മൊത്തം കുറച്ചിട്ടിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഇതിനെന്തോ പറ്റി കഴിച്ചാൽ വീണ്ടും ഇടിച്ചു. ഇത് വളയുന്നില്ല. ഓക്കെ. അപ്പോൾ ചെറിയൊരു ലാഗൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഉണ്ടോ എനിക്കറിയില്ല. എനിക്കിവിടെ നല്ല ലാഗ് ഉണ്ട്. കണ്ടോ, അനങ്ങുന്നില്ല ചില സമയത്ത്. അപ്പോൾ ഞാൻ ശബ്ദം കുറച്ചെന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് ഒരു ഇത് കിട്ടുന്നില്ല. അതായത് ശബ്ദം ഇടുമ്പോൾ കരകരാന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം വരുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് എനിക്ക് മാറ്റണം ഇനിയിപ്പോൾ. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് മാറ്റേണ്ടി വരും പോയിട്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇതിപ്പോൾ എങ്ങനെ കിട്ടുന്നത് എനിക്കറിയില്ല. ഫോർച്യൂണറൊന്നും ഞാൻ അതിൽ കണ്ടില്ല. അതാ ഫ്യൂവലും തീർന്നു. ഫുൾ ശകുനാണല്ലോ. വണ്ടി ഇടിച്ചു. ഇതിനിപ്പോൾ പെട്രോൾ കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് പിക്ക് ചെയ്യണോ? ഇതെങ്ങനെ പിക്ക് ചെയ്യുക? ഞാനിത് കളിച്ച് നോക്കിയിട്ട് പോലും ഇല്ല. ഇത് ആരുടെ ആയാലും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഇതെങ്ങനെ എടുക്കണ്ടേന്ന്. ഫോർച്യൂണർ എങ്ങനെയാടാ കിട്ടുക? എന്ത് വള്ളിയാ? അവിടെ പിടിച്ച് നിൽക്കണം. അവിടെ ഒരു മഞ്ഞ സാധനം വരും കഴിച്ച്. അതിൽ പിടിച്ച് നിൽക്കിയാൽ മതി. ഒരു വിഞ്ച് പോലെ. അതാ ഇപ്പോൾ കാണിക്കുന്ന വെള്ള കളർ. നമുക്കെന്തായാലും ഇപ്പം എന്താ വേണ്ടേ? നമ്മൾ സ്വയം നിറയ്ക്കണം. അതെങ്ങനെ? ഗൈസ്, നമ്മൾ മറ്റേ ഇമോട്ട് ഇടുന്ന ഭാഗത്തിൻ്റെ അവിടെ ഒരു കൈയിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. അത് എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഇടണം ഗൈസ്. നിലത്തോ? അപ്പം ഇങ്ങനെയല്ലേ? ഇതെങ്ങനെ ഇടണ്ടേ? അത് തന്നെ അല്ലേ? ഇങ്ങനെ തന്നെ ഗൈസ്. 6 എണ്ണം വേണമെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ എത്ര ഇടണം ഗൈസ് ഇങ്ങനെയാണെങ്കിൽ? ഗൈസ് ഇവർ മൊത്തം മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. നമ്മളെന്നെ ചെയ്യുമ്പോൾ ഒരു ഇതുണ്ട് നമുക്ക്. ഗൈസ് നമുക്കൊരു ലോറിയൊക്കെ എങ്ങനെ സംഘടിപ്പിക്കേണ്ടി വരും. എൻ്റെ കൂട്ടുകാരുടെ കയ്യിൽ ഉണ്ടാവും. ചോദിച്ചു നോക്കണം. എൻ്റെ വീട്ടിൽ പോയി ചോദിച്ചു നോക്കണം. നമുക്ക് ലോറി എടുക്കുകയാണെങ്കിൽ ഇതിൽ ഞാൻ മറ്റേ അവിടെ കണ്ടില്ല, അവിടെ ഒരു കണ്ടെയ്നർ പോലത്തെ എന്തോ സംഭവം ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ടോ, കണ്ടെയ്നർ പോലത്തെ സംഭവം. കണ്ടെയ്നറാണ് അത്, അറിയില്ല. അപ്പോൾ ആ സംഭവം വെച്ചിട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിൽ 1000 XP അങ്ങനെയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. അറിയില്ല അതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, എനിക്കിപ്പോൾ ചെറുതായിട്ട് ഒരു ഡൗട്ടുണ്ട്. അതായത് നിങ്ങൾ കമൻറ്റ് ഇടുമല്ലോ, എനിക്കങ്ങനെ അറിയില്ല, ഞാൻ നോക്കിയിട്ട് പോലില്ല. ഇനിയിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത് ഇട്ടിട്ട് വേണം എനിക്ക്, യൂട്യൂബിൽ ഇട്ടിട്ട് വേണം എനിക്ക് നോക്കാൻ. അങ്ങോട്ടേക്ക് ഇപ്പോൾ ഒരു ഇത് പോയി ഗൈസ്, അങ്ങോട്ടേക്ക് ഇപ്പോൾ പോയ പോലെ തോന്നി. മറ്റേ ഫോർച്യൂണറില്ലേ, അത് പോയതുപോലെ തോന്നി. അപ്പോൾ നമുക്കെന്തായാലും ഇത് എനിക്ക് യൂട്യൂബിൽ ഇട്ടിട്ട് വേണം അത് നോക്കാൻ, എങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ ഫോർച്യൂണർ XP ഒക്കെ എങ്ങനെ പെട്ടെന്ന് ഇതാക്കാമെന്ന് നോക്കണം ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് ഇന്നൊന്നും ആക്കാൻ പറ്റില്ല. അത് നമുക്ക് യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുമായിരിക്കും. ഓക്കെ. നവീൻ വൈറ്റിൻ്റെ ഒക്കെ നോക്കിയാൽ മതിയായിരിക്കും. നവീൻ ചേട്ടൻ്റെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടേണ്ടതാണ്. ആദി ചേട്ടൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടേണ്ടതാണ്. ഓക്കെ. അപ്പോൾ അവരുടെ പോയി നോക്കിക്കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. അവർ അപ്ഡേറ്റിൻ്റെ അപ്പം തന്നെ ഇട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. എന്താ TVX സുനിയോ? സെല്ലെന്നല്ലേ? അവിടെ സെൽ പോയിന്റിൽ എന്തോ നടക്കുന്നുണ്ട് ഗൈസ്. കാർ സെൽ പോയിന്റിൽ എന്തോ നടക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും XP എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ നോക്കാം. ഫോർച്യൂണറാ? ആരെങ്കിലും ഫോർച്യൂണർ ഉണ്ടോന്നാ? ആരുടെയെങ്കിലും കയ്യിലൊന്നുമില്ല. ഫോർച്യൂണർ ഉണ്ടോ ചോദിക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ ഫോർച്യൂണർ കണ്ടിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത് ഗൈസ്. വണ്ടി അനങ്ങുന്നില്ല. അതായത് വേണ്ട പോണ്. എങ്ങനെ ഇരിക്കണ്? വണ്ടി അനങ്ങുന്നില്ല. ഗൈസ്, അത് അവിടെ മാപ്പ് ഡൗൺലോഡായി വരുന്നേ ഉള്ളൂ, അതിൻ്റെയാണ്. നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട. അതാ വേണ്ട ഇപ്പോൾ പോവല്ലേടാ. എനിക്കിത് എന്തൊരു കഷ്ടമാണ്. ഞാൻ ആ റോഡിൻ്റെ പട്ടം പിടിച്ച് നക്കിയിട്ട് ഇത് ശരിയാവുന്നില്ല. ഇത് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങോട്ടല്ല, നമുക്ക് ഇങ്ങോട്ടാണ് വേണ്ട. അതാ
അവിടെ വീണ് ഗൈസ്. എന്നാ ഒരു കഷ്ടവാ. അതാ അവിടെയും വീണ് നടക്കുന്നു. 2 വീണോ? ആളാണെങ്കിൽ ശരിക്കും അനങ്ങുന്നില്ലല്ലോ. അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുന്നു. എന്തായാലും ഇതെടുത്തിട്ട് അങ്ങോട്ടേക്ക് വെക്കാം. എല്ലാം ബഗ്ഗായി കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് ശരിയാക്കേണ്ടി വരും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ മറ്റേത് ഞാൻ എടുക്കാൻ പോയത് ഡീസ്പോൺ ആയിപ്പോയി ഗൈസ്. അത് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇത് 5 പീസ്. ഗൈസ്, താങ്ക്സ് ഫോർ ദ ഡെലിവറിയാ ഗൈസ്. അപ്പോൾ ഇങ്ങനെ കുറേ കൊണ്ടുവരില്ല. ഇനിയും പോകണം ഗൈസ്, ഇനിയും പോകണം എന്ന് പറയുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ എത്ര കൊണ്ടുവരണം ഗൈസ്. ഇവിടെ അനങ്ങിയ പോലും ഇല്ല. 2 എത്താനേ. 2 എത്തിയാൽ കിട്ടും ഗൈസ്. 2 ലെവൽ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. 2 എത്തിയാൽ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. അപ്പം നമുക്കെന്തായാലും പറപ്പിച്ച് പോവാടിക്കരുത്. എൻ്റെ വണ്ടി ഗൈസ് ഇതിൽ കൺട്രോൾ കിട്ടുന്നില്ല ഗൈസ്. അത് പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ എന്തെങ്കിലും പ്രശ്നമായിരിക്കണം. വണ്ടി ഇങ്ങോട്ട് കളിക്കുമ്പോൾ അപ്പുറത്തോട്ട് പോകുന്നു. ഗെയിം ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശരിയാവായിരിക്കും. ഞാനങ്ങനെ ചെയ്യാറ്. ഇനി ഡിലീറ്റ് ചെയ്യുമ്പോൾ എൻ്റെ അക്കൗണ്ട് പോകുമോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ 3-4 അക്കൗണ്ട് പോയതാണ്. റിസ്ക് എടുക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഗൈസ്. ഗൈസ്, ഞാൻ ലൈക്കിൻ്റെ ബട്ടൺ വെക്കാൻ നിൽക്കുമ്പോൾ ഇത് കരയുന്ന ബട്ടനാണ് വരുന്നത്. ഇതേ വീണ്ടും ഞാൻ ഫേവറേറ്റിൽ നിന്ന് എടുത്തിട്ട് ഇടാൻ നോക്കിയപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കുന്നത്. ഈ വണ്ടിക്ക് ബ്രേക്കും ഇല്ല. ശരി എന്നാൽ ഈ വണ്ടിക്ക് ഒന്നുമില്ല. ഇതാരാ തന്നേന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ഇതാരോ ആണ് തന്നത്. നമ്മളെപ്പോലെ കുറേ പേര് ഇത് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട്. അതായത് കുറേ പേര് ഇങ്ങനെ ഈ ടാസ്ക് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് വീണ്ടും. അപ്പോൾ മൊത്തം മഞ്ഞായിട്ടുണ്ട് വണ്ടിയിൽ. അത് നമുക്ക് നോക്കാൻ നേരമില്ല. നമുക്ക് പിന്നെ കഴുകിയിടാം. വണ്ടികൾ വൃത്തിയാവാതെ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ എന്തായാലും നമുക്ക് ഇനിയും ഇങ്ങോട്ട് വരേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഇനിയിപ്പോൾ ഇത് ലോഡ് ഔട്ടാക്കിയിട്ട് നമ്മൾ ഇട്ടതിന് പെട്ടെന്നാവുമോ? ഇല്ല ഗൈസ്, ഒരേതുപോലെ തന്നെ അതേപോലെ തന്നെയാണ്. അതേപോലെ തന്നെ കയറുന്നുള്ളൂ. ഇതിപ്പോൾ ഇന്ന് ഇട്ട് തരുമോയെന്ന് എനിക്കറിയത്തില്ല. തരാം. നമ്മളെ പോലത്തെ വണ്ടിയാ? അല്ല, വേറെ റാപ്റ്ററാണെന്ന് തോന്നുന്നു, അറിയില്ല. വേണ്ട, ഡ്യൂഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡ്യൂ എന്ന് മാത്രമേ ഞാൻ കണ്ടു. ഡ്യൂഡ് എന്നായിരിക്കണം, ഞാൻ കാണുന്നില്ല. ഡ്യൂ എന്ന് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഷാഡോ ഇപ്പോൾ കൊടുത്താലോ? എൻ്റെ പൊന്നോ, ഷാഡോ കൊടുത്തപ്പോൾ നോക്ക് ഗൈസ്. ഷാഡോ എനിക്ക് സത്യത്തിൽ ഇഷ്ടമായില്ല. നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഷാഡോ രസം ഉണ്ടാവും കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു ഇത് വരുന്നത് എനിക്ക് എന്തോ പോലെ, അങ്ങനെ പറയാൻ എനിക്കറിയില്ല. അവനത് എടുത്ത് വെച്ചോണ്ടിരിക്കുക. എൻ്റെ സൗണ്ട് പോയി. അത് അവൻ എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് ചെറിയ കോൾഡൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വണ്ടി എടുത്ത് പോവാം. അതെടുത്തില്ലേ? എന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഇത്രയും വലിയ ബുദ്ധിയുള്ളവനെ ഞാൻ കണ്ടില്ല. അപ്പോൾ കഴിച്ച് നമുക്ക് എന്തായാലും വീഡിയോ നമുക്ക് നല്ല ലൈക്ക് ആവും തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നിർത്താം. ഓക്കെ, നിർത്തേണ്ടി വരും. കാരണം ഞാനിനിയിപ്പോൾ ഒരു ഫോർച്യൂണറൊക്കെ ആയിട്ട് വരാം ഗൈസ്. ഓക്കെ, ഫോർച്യൂണറൊക്കെ ആയിട്ട് വരേണ്ടി വരും. അല്ലെങ്കിൽ ഈ ടാസ്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോർച്യൂണർ എടുക്കണം. അല്ലെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അതാ എഞ്ചിനും ഡാമേജായി. എൻ്റെ ദൈവമേ. അപ്പോൾ എന്താ, നമ്മൾ ഈ ടാസ്ക് ചെയ്തിട്ട് ഫോർച്യൂണർ എടുക്കണം. അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇത് പൈസ കൊടുത്തിട്ട് ഫോർച്യൂണർ വാങ്ങാം. ഇതിൽ രണ്ടിടത്തിൽ ഏതെങ്കിലും ഒന്ന് നടക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് ഫോർച്യൂണർ മറന്നേണ്ടി വരും ഗൈസ്. ഈ ടാസ്ക് എന്ന് ചെയ്ത് കഴിയാനാ ഗൈസ്?
ഈ ടാസ്ക് എത്രയോ ചെയ്യണം ഗൈസ്. ഞാനിപ്പോൾ എടുത്ത് നോക്കുമ്പോണ്ട് അതായത് ഓരോരോ ലെവൽ കഴിഞ്ഞ് എത്രയോ ലെവൽ ഞാൻ വണ്ടി നന്നാക്കാൻ വന്നതാണ് ഗൈസ്. അപ്പോൾ എത്രയോ ലെവൽ കഴിഞ്ഞാലേ ഫോർച്യൂണറും പിന്നെ ആ ട്രക്കും കിട്ടുള്ളൂ. ട്രക്കാണെങ്കിൽ മറ്റേ പൈസ കൊടുത്ത് അങ്ങനെ എന്തോ ആണ് സെറ്റപ്പ്. എനിക്ക് ചെറുതായിട്ടൊക്കെ മനസ്സിലായി വരുന്നു. ഇനി അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല. അത് പോയി ഗൈസ് അപ്പോഴേക്കും. അത് ഡിസ്പോണായി പോയി ഗൈസ്. ഇവൻ്റെ വണ്ടിയിൽ ഡ്യൂഡ് എന്ന് തന്നെ കേട്ടോ അടിച്ച് വെച്ചിരിക്കുന്നത്. അവൻ്റെ പേരെന്താടാ? പേരാണെങ്കിൽ മനസ്സിലാവുന്നില്ല. കുറേ ഉണ്ട് അവൻ്റെ പേര്. നമുക്കെന്തായാലും ഇവിടെ വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ നിറയ്ക്കാം. അപ്പോൾ എന്തായാലും ഞാനിനി അടുത്തതായിട്ട് ഫോർച്യൂണറായിട്ട് വരും എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ എന്നാ പറയാനാ. ഞാൻ ചിലപ്പോൾ ഫോർച്യൂണറായിട്ട് വരും, ചിലപ്പോൾ വല്ല വേറെ ഏതെങ്കിലും സ്റ്റോറി വീഡിയോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. നോക്കട്ടെ ഗൈസ്. നല്ല ഇതിൽ നമ്മൾ ഇറങ്ങി ചെന്നാലേ ഇനി ഫോർച്യൂണർ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇൻട്രോയൊന്നും എടുക്കാൻ നിൽക്കുന്നില്ല. ബായ് എന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് വണ്ടീൻ്റെ ഫ്രണ്ടിലൊന്നും പോയി നിൽക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ബായ് ഗൈസ്. അപ്പോൾ ഞാൻ പണിയെടുക്കണ കണ്ടിട്ട് നിങ്ങൾ പണിയെടുക്കുക. ഓക്കെ, ബായ്.